ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വന്നിട്ട് കസ്തീജോളല്ല, വലൻസിയ കഴിഞ്ഞ് നമ്മൾ ബാർസലോണയ്ക്ക് പോകണം. അപ്പോൾ ഇന്നലെ നൈറ്റ് നമുക്ക് എന്താ പറയുക, നമ്മൾ പോയ സ്ഥലത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു പെശക സ്ഥലം. അപ്പോൾ ഞാനങ്ങനെ നേരെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കൊണ്ടുവന്ന് കയറ്റിയേക്കണം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അതിൻ്റെ പേരിൽ എല്ലായിടത്തും അവധി ചെയ്തതിൻ്റെ പേരിൽ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കാം. കണ്ടപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ലോഡൊന്ന് ചെക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ തണ്ണിമത്തൻ്റെയുണ്ട്, സവോളയുണ്ട്, പിന്നെ വേറെ എന്തോരം സംഭവം കൂടി ഉണ്ട്, മെലോണും ഉണ്ട്. ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ 45 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് മാക്സിമം വരെ ഉച്ചയാകുമ്പോഴേക്കും കയറണേ. ഇപ്പോഴത്തെ സ്പെയിൻ്റെ ചൂട് വലൻസിയയിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മളെ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്നത് 45 ഡിഗ്രിയാണ്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓണാക്കി ഇടുമ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തം ചൂടിൻ്റെ ഇത് കാരണം കൊണ്ട് തണുപ്പ് അകത്ത് നിന്ന് അടിക്കുമ്പോൾ വെള്ളം ലീക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് ഏറ്റവും പുറകിലിരിക്കുന്ന പെട്ടികളെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് അങ്ങനത്തെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത് കുറച്ച് നേരം തുറന്നിടും. ഇപ്പോൾ വലിയ കുഴപ്പം കാണാനില്ല. ഇപ്പം ഇത് വന്നിട്ട് ഞാനിപ്പോൾ ഇന്നലെ സംഭവം കയറ്റിപ്പോൾ 25 ഡിഗ്രിയാണ് സെൻറ്റിഗ്രേഡ് ഇതിൻ്റെ ചൂട്. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഇന്നത്തേക്ക് താഴ്ത്തില്ല. 25-ന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ 20 ഡിഗ്രിയിൽ കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ താഴ്ത്തും. അങ്ങനെ താഴ്ത്തിയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് താഴ്ത്താൻ പറ്റുള്ളൂ. പിന്നെ അത് പറയാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്യണം. ഒറ്റയടിക്ക് താഴ്ത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ റെഫ്രിജറേറ്റർ ഇതിൻ്റെ കേബിൾ അടിച്ചു പോകും. ഇപ്പോൾ 14 ഡിഗ്രി ആക്കിയിട്ടുണ്ട്. ഇന്നലെ വരെ ഞാനിത് 15-ലായിരുന്നു ഇട്ടാച്ചേ. അതിന് ഇപ്പോൾ 10-ലേക്ക് ആക്കിയിട്ടുണ്ട്, 11-ലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയാകുമ്പോഴേക്കും ഏകദേശം ബോക്സിൻ്റെ ടെമ്പറേച്ചർ താഴും. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല സംഭവങ്ങൾക്ക്. അപ്പോൾ നമ്മളൊന്ന് കാലത്ത് എഴുന്നേറ്റു. അവിടെ ആയിട്ടൊരു കഫ്റ്റേരിയ ഉണ്ട്, യോഗം കൊണ്ടൊന്നും തുറന്നിട്ടില്ല. ബാക്കി കാര്യങ്ങൾ പോകുന്ന വഴിക്ക് സാവധാനം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണം. നമ്മളപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ഇത് വീണ്ടും വീണു. ഇത് ചൂട് കാലത്ത് മാത്രമല്ല, എല്ലാ പ്രാവശ്യത്തുള്ള കുഴപ്പമാണ്. ഈ സംഭവം നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനം സൽത്താറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടിപ്പോരും അതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ നമ്മളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്വല്പം വെള്ളം അടിക്കും. വെള്ളം അടിച്ചിട്ട് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും. അധികം അടിച്ചു കഴിഞ്ഞാൽ സംഭവം സ്ലിപ്പായി പോകും. അപ്പോൾ സ്വല്പം അടിക്കാനേ പാടുള്ളൂ. കാരണം ലോഡ് കയറുമ്പോൾ ഇതിങ്ങനെ താഴും. സ്വല്പം അടിച്ചു കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും. അതുപോലെ തന്നെ ഇതെന്തിനാ വെക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കയ്യിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സംഭവം 2 വർഷം കൊണ്ട് അടിച്ചു പോയി. ഇതുവരെയായിട്ട് അത് നോക്കിയിട്ടില്ല എന്തൊരു കുഴപ്പമൊന്നും, സംഭവം ഓണാവണില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ചൂട് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സംഭവം വയ്ക്കും. അതുപോലെ തന്നെ ഇതുപോലത്തെ തുണികളൊക്കെ നനച്ചിട്ട് ഇതിന് മുകളിലേക്കൊക്കെ വയ്ക്കും. അങ്ങനെ കുറേ കോമഡികളൊക്കെ ഞങ്ങൾ ചെയ്യും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കത്തിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഹെവി ഇതാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 34 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, രാവിലെ 11-13. നമുക്കപ്പോൾ ഇവിടുന്ന് സാവധാനം മന്ദം നീക്കാൻ നോക്കാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ചൂട് കാലത്ത് മറ്റേ ഈച്ചകൾ കയറും. ഇതിനു മുമ്പ് മേടിച്ചത് കംപ്ലൈൻ്റ് ആയി. നമുക്കപ്പോൾ സാവധാനം ഇവിടെ നീങ്ങാം. ഇന്ന് നമുക്ക് ഇന്ന് ലോഡ് ഇറക്കാൻ പറ്റില്ല.
നാളെ ഇറക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ ഏരിയ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പറഞ്ഞത്. അപ്പം മാപ്പിൽ നോക്കി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത സ്ഥലമാണെന്ന് തോന്നി. അപ്പോൾ അടുത്തങ്ങ് പോന്നു. അവനിവിടെ വരുമ്പോഴേക്കും നേരം വിളിക്കും. Sal de la rotonda por la segunda salida por la calle Cuadra Morteras. Sal de la rotonda por la tercera salida por la CV17. പിള്ളേര് 10-ായിട്ട് ഇറങ്ങിയേക്കാം. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഗ്രാമമാണ്, ഗ്രാമത്തിന്റെ സൈഡാണ്. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഗ്രാമമാണ്. ഏതാണെന്ന് എനിക്കറിയില്ല. രാത്രി ഒന്നും നോക്കാൻ പറ്റില്ല. ഇത് ഇവിടെയും വണ്ടികളൊന്നും കിടപ്പുണ്ടല്ലോ. ഇവിടെയും വണ്ടികൾക്ക് കിടക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഞാൻ എന്തിനാ നോക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർഷകാലത്ത് വരുമ്പോൾ ഇവിടേക്ക് വണ്ടി കയറ്റി കിടന്നാൽ മതി. വലിയ കുഴപ്പമില്ലാത്ത സ്ഥലം അത്. ഇപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ ഇതിൽ സേവ് ചെയ്തിടും. നമുക്കപ്പോൾ ഇവിടുന്ന് 291 കിലോമീറ്ററാണ് ശരിക്കും പറഞ്ഞാൽ ബാർസലോണയ്ക്ക്. ഇപ്പോൾ വെയിൽ പറഞ്ഞ കാരണം കൊണ്ട് സീറ്റും വിട്ടടിച്ചിട്ട് അവരെടുത്തത് കാല് വരുന്ന സിറ്റുവേഷൻ ഇവിടെ ഭയങ്കരമായിട്ട് വെയിലടിക്കും. നമുക്കത് ഫീൽ ചെയ്യില്ല എന്നുള്ളൂ. പക്ഷെ കാല് പൊള്ളി കൂടെ ഡയറക്റ്റ് വെയിലടിക്കുമ്പോൾ. ഇതുവഴി കൂടെ ട്രക്കുകൾക്ക് ഇത് ചെയ്യാൻ പാടില്ല. കാരണം ഇത് നാഷണൽ റൂട്ടാണ്. അപ്പുറത്തെ ഹൈവേ ഉള്ള കാരണം കൊണ്ട്. ഇവിടെ ഇപ്പോൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് സൂക്ഷിക്കേണ്ടത് നമ്മൾ റൗണ്ടുകളൊക്കെ കയറുമ്പോൾ അല്ലെങ്കിൽ റൗണ്ടിലേക്ക് ഹൈവേയിലാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. മുഖത്ത് കണ്ണിലേക്ക് ലൈറ്റ് അടിക്കും. ഈ കണ്ണിലേക്ക് ലൈറ്റ് സൂര്യപ്രകാശം അടിക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല. എനിക്കങ്ങനെ പണ്ട് ഒരു പ്രാവശ്യം ഒരു റൗണ്ടിൽ വെച്ചിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യില്ല, കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ സൈക്കിളിന് ഒരു റൗണ്ട് എടുക്കുന്ന സമയത്ത് ഒരു വണ്ടി വന്ന് കയറി ഇടിച്ചു. പുള്ളി പറഞ്ഞ പുള്ളി കണ്ടില്ല എന്ന് പറഞ്ഞു. കണ്ണിലേക്ക് സൂര്യപ്രകാശം അടിക്കുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും സൺഗ്ലാസ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു പ്രത്യേകത വേനൽക്കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലത്തേവിടെ ലൈൻ എടുത്താൽ എപ്പോഴും പോവാം. വണ്ടികൾ കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോഴും സൈഡ് ഒതുക്കിയിട്ടുണ്ടാവും. ചില വണ്ടികളിൽ നിന്ന് കത്തണുണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊരു വളവിൻ്റെ തൊട്ടപ്പുറത്തായിരിക്കും ഈ സംഭവം നടന്നിട്ടുണ്ടാവുക. ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടപ്പുണ്ടാവാം. നമുക്കപ്പോൾ ഇപ്പുറത്തേക്ക് എടുക്കാനായിട്ട് ഒരു സ്പേസ് ഇല്ല. അപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു 2 കിലോമീറ്റർ മാക്സിമം നേരത്തെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഫുൾ കൈ ഷർട്ടാണ് ഉപയോഗിക്കുക. കാരണം വെയിലടിക്കാണ്ടിരിക്കാനായിട്ട് ഈ കൈ ഇങ്ങനെ പൊള്ളി പോവും. അല്ലെങ്കിൽ ഇതിൽ കയ്യിലിടാനായിട്ട് ഇതുപോലത്തെ ഇത് മേടിക്കാൻ കിട്ടും. ഈ കൈ ഇവിടം വരെ. പക്ഷേ ഇത് ഇട്ടിട്ട് നെറ്റ് പോലത്തെ സംഭവമാണ്.
പക്ഷെ അതിലും നല്ലത് ഷർട്ടാണ്. ഒന്നിൽ പാൻസ് ഉപയോഗിക്കും, ഇപ്പോൾ ട്രൗസറാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ടർക്കി എടുത്തിട്ട് കാലുമിടും, മേത്തിടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൂട്ടുകാർ ഇന്ന് കാലത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ ഓട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ്. അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ മിക്കവാറും ലോക്കൽ ഓട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും വെക്കേഷൻ സീസണാണ്, വെക്കേഷൻ ടൈമാണ്. അപ്പോൾ ഞാനപ്പോൾ അടുത്ത മാസം അവസാനത്തേക്ക് 2 ആഴ്ച വെക്കേഷൻ എടുത്താണ്. അപ്പോൾ ഈ വെക്കേഷനിൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ യാത്രകൾ പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അന്വേഷിക്കണത് അവിടെ വണ്ടികൾ ബ്രേക്ക് വെട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അന്വേഷിക്കണത് എവിടെയെങ്കിലും നീന്തൽക്കുളമുള്ള പ്രൈവറ്റ് ഈ ചെറിയ ഹട്ടുകൾ കിട്ടും. പക്ഷേ ഇനിയിപ്പോൾ 2 മാസം 1.5 മാസം കൂടെ ഉള്ളൂ. അതിനകത്ത് കിട്ടുമെന്നുള്ളത് അറിയില്ല. ഇതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് ബുക്ക് ചെയ്യേണ്ട സംഭവങ്ങളാണ്. എനിവേ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ. ഈ പ്രാവശ്യത്തെ തിരക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഇതിപ്പോൾ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ടോൾ റോഡായിരുന്നു. ഇപ്പം ഇതിൻ്റെ ടോൾ എടുത്ത് മാറ്റി ഔത്തോപിസ്ത 7 ബാർസലോണ റൂട്ട് വലൻസിയെന്ന്. അതാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടികളും ട്രക്കുകളും എല്ലാം തിരക്ക് കുറവായിരിക്കും, ആൾക്കാർ ഒഴിയുക. ഇന്ന് ശനിയാഴ്ച ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിൻസേന എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സ്പാനിഷിൽ അതിനെ കിൻസേന എന്ന് പറയാം. കിൻസേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ പകുതി വരെ. ഈ ജൂൺ മാസം ഇവിടെ സാധാരണഗതിയിൽ പിള്ളേരുടെ ഒക്കെ സ്കൂൾ അവധി തുടങ്ങും. ഒന്നാമത്തെ കാര്യം 3 മാസത്തേക്ക് ഒരു 2.5-3 മാസത്തേക്ക് എടുത്ത് ഇവിടെ വെക്കേഷൻസ് ഉണ്ട് പിള്ളേർക്ക്, ചൂട് പ്രമാണിച്ചിട്ട്. അപ്പോൾ ഇവിടുത്തെ വെക്കേഷൻ പറഞ്ഞാൽ ആ സമയത്താണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാധാരണ ജോലിക്കാർ ഞങ്ങളിപ്പോൾ ലീവ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർഷത്തിൽ 1 മാസം ലീവ് സാധാരണ കമ്പനികൾ, അതായത് സാധാരണ കമ്പനികളും സാധാരണ ലീവ് അങ്ങനെയാണ്. കമ്പനികൾ മാത്രമല്ല, എല്ലാവർക്കും 1 മാസം ലീവ്. അപ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ദിവസം അങ്ങനെയാണ് ഇവിടെ ലീവ് എടുക്കുക. അതായത് അല്ലാണ്ട് 1 മാസം മൊത്തമായിട്ട് നമ്മളിവിടെ സാധാരണ രീതിയിൽ ആരും ലീവ് എടുക്കില്ല. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ദിവസം എന്ന് പറഞ്ഞാൽ ഈ വെക്കേഷൻ്റെ സമയം, അതായത് ഇപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനങ്ങൾ വളരെ കുറവായിരിക്കും കമ്പനികൾക്ക്. പക്ഷെ എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് കമ്പനികളുടെ നടത്തിപ്പ് മാത്രമേ നടക്കുള്ളൂ. നടത്തിപ്പും അത്യാവശ്യം സാലറി ഈ 3 മാസങ്ങളിൽ സാധാരണ സംഭവിക്കുന്നത് അത് മാത്രം. അപ്പോൾ ഈ 1 മാസത്തേക്ക് അടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടോട്ടൽ ലോസ് ആയിരിക്കും, കമ്പനിയുടെ കയ്യിൽ നിന്ന് പൈസ പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 15 ദിവസത്തെ വെക്കേഷൻ എടുക്കുക. ബാക്കിയുള്ള 15 ദിവസം കൊണ്ട് സാലറിയും അതുപോലെ തന്നെ കമ്പനിയുടെ മെയിൻ്റനൻസും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നടന്നു പോകാൻ വേണ്ടിയിട്ട് 15 ദിവസത്തെ വെക്കേഷൻ കൊടുക്കും. അപ്പോൾ ഈ 15 ദിവസത്തെ വെക്കേഷൻ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 തൊട്ട് 15-ാം തീയതി വരെ, അതുപോലെ തന്നെ 15 തൊട്ട് 30 വരെ. അപ്പോൾ ഈ സമയങ്ങളിൽ വന്നിട്ട് ആ സമയങ്ങളിലെ ശനി ഞായറും വന്നിട്ട് ഇവിടെ ഭയങ്കര റഷായിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും. അതിനെയാണ് ഇവിടെ കിൻസേന എന്ന് പറയുക. കിൻസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 എന്നാണ്. അതിൽ സ്പാനിഷിൽ കിൻസ എന്ന് പറഞ്ഞാൽ 15 എന്നാണ്. അപ്പോൾ കിൻസേന എന്ന് പറയും. ഈ പറഞ്ഞ ശനി ഞായറിലൊക്കെ വന്നിട്ട് തിരക്ക് കൂടുതലായിരിക്കും, പ്രത്യേകിച്ച് തുടക്കത്തിലെ 1, 15 അതുപോലെ തന്നെ 30. അങ്ങനെ ഇവിടെ വെക്കേഷനും. അപ്പോൾ ഈ 2 ആഴ്ച വെക്കേഷന്. അപ്പോൾ ആൾക്കാർ ശനിയാഴ്ച, അതായത് വെള്ളിയാഴ്ച ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവങ്ങൾ റെഡിയാക്കും, ശനിയാഴ്ച ഇറങ്ങും. അപ്പോൾ ഈ ഇറങ്ങി ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് ഈ പറഞ്ഞ ടീമുകളുടെ മറ്റേ വണ്ടിയുടെ മുകളിൽ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട് യാത്രകൾ. ഇത് ഏറ്റവും നല്ലത് വന്നിട്ട് ഈ പകൽ യാത്ര ചെയ്യാണ്ടിരിക്കണം. 2-3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വന്നിട്ട് കോൺസ്യൂം ഹെവി ആയിരിക്കും പെട്രോളിൻ്റെ അല്ലെങ്കിൽ ഡീസലിൻ്റെ. രണ്ടാമത് വന്നിട്ട് ട്രാഫിക് ഹെവി ആയിരിക്കും. മൂന്നാമത് വന്നിട്ട് വണ്ടിക്ക് കംപ്ലയിൻസ് കൂടാൻ സാധ്യത. ചൂടുന്ന സമയത്ത് ഹെവി ചൂട് എന്ന് പറഞ്ഞാൽ ഹെവി ചൂടാണ്. ടയറൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയില്ലെങ്കിൽ പടക്കം പടണവരി പൊട്ടും. ഏറ്റവും നല്ലത് രാത്രി യാത്രകളാണ്. രാത്രിയൊക്കെ പോയി കഴിഞ്ഞാൽ ഹൈവേയിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ടും വലിയ ബ്ലോക്ക് ഇല്ലാണ്ടും സാവധാനം പോവുക. പകലെവിടെയെങ്കിലും കിടന്ന് റെസ്റ്റ് എടുക്കുക. ലോങ് റൂട്ടൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരുടെ പ്രിഫറൻസ്. പിന്നെ കാണാനുള്ള സ്ഥലങ്ങളൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഹൈവേയിലൊക്കെ വന്നിട്ട് പ്രത്യേകിച്ച് കാണാനായിട്ട്
ഓരോരുത്തരുടെ താല്പര്യങ്ങൾ. അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ കൂട്ടുകാരാ. അപ്പം നമുക്ക് ഇനി ഇവിടെ നിന്ന് ഒരു 280 കിലോമീറ്റർ. അപ്പോൾ ഞാൻ പോണേക്കാളും മുമ്പായിട്ട് മാപ്പ് നോക്കിയിരുന്നു. അപ്പോൾ വലിയ സംഭവങ്ങളൊന്നും കണ്ടില്ല. അതായത് ട്രാഫിക് ബ്ലോക്കൊന്നും കാണാനില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്വാൻസ് ആയിട്ട് തന്നെ വേറെ ഏതെങ്കിലും ലോക്കലിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നാളെ അപ്പോൾ നമ്മൾ ബാർസലോണയിലുണ്ട്. ബാർസലോണയിൽ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുക്കണം. കാരണം നാളെ മെർക്കാബർണയിലേക്കാണ് എനിക്ക് കാലത്ത് ലോഡ് ഇറക്കാനുള്ളത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ. അപ്പോൾ സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.